ബി.ജെ.പി. സി.പി.എം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടല്ലോ, അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് എത്തണമെന്ന്. സുരേന്ദ്രൻ കുറച്ചുകൂടി കടന്ന് സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നു. ഈ പ്രസ്താവനയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ മുൻ പ്രസിഡന്റ്, ബി.ജെ.പിയുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഈ ഉന്നയിച്ച ആരോപണം മാത്രം നമ്മൾ ലളിതമായി കാണേണ്ടതില്ല. മാത്രമല്ല, സോണിയാഗാന്ധിയെ പോലെ നേതാവിനെതിരെ ഒന്നുമില്ലാതെന്ന് ഈ പ്രസ്ഥാനം നടത്താനുള്ള സാധ്യതയും കൊണ്ട് വിരളമാണ്. പക്ഷെ അദ്ദേഹം ഈ പൊറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിൻ്റെ ഒരു പുതിയൊരു വേർഷൻ പുള്ളി അന്ന് ആ സമയം അവതരിപ്പിച്ചത്. അതായത് ഇന്ത്യ മുന്നണിയാണ് മോഷ്ടിച്ചെന്ന് പോയ അയ്യപ്പ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഈ സോണിയാഗാന്ധിയുടെ വിഷയം ഇന്നും തന്നെ തുടങ്ങിയതല്ല. 1993 മുതൽ അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന വിവരങ്ങളതാണ്. 1993 മുതൽ തന്നെ ഈ ആൻറ്റിക് വാല്യൂ ഉള്ള ഇന്ത്യയിലെ പല പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആൻറ്റിക് വാല്യൂ ഉള്ള ധാരാളം വിഗ്രഹങ്ങൾ ഈ വിദേശത്തേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തിയതായിട്ടുള്ള പരാതി 93 മുതൽ നിലവിലുണ്ട്. 2003 സുബ്രഹ്മണ്യ സ്വാമി, ബി.ജെ.പിയുടെ എം പിയും സേന നേതാവുമായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി അന്ന് ഡൽഹി കോടതിയിൽ ഒരു പരാതി കൊടുത്തു, CBIക്ക് കൊടുത്തു. അതായത് ഇവർക്ക് അതായത് സോണിയാഗാന്ധിക്ക് അവരുടെ ഉറ്റ ബന്ധുവിനും ഇറ്റലിയിൽ ആൻറ്റിക് ഷോപ്പുണ്ട്. അവിടെ വിൽക്കുന്ന ഐഡൽസ്, അതായത് വിഗ്രഹങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയവയാണ്, പല ക്ഷേത്രങ്ങളിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയതാണെന്നുള്ള രീതിയിൽ ഒരു പരാതി അദ്ദേഹം കൊടുത്തിരുന്നു. അതിൻ്റെ മേലെ അന്വേഷണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോൾ CBI അതിൻ്റെ പ്രാഥമികമായി അന്ന് ചില അന്വേഷണങ്ങൾ തുടങ്ങിയത് മാത്രമല്ല, അന്ന് ഇറ്റാലിയൻ എംബസിക്ക് CBI ഒരു കത്ത് കൊടുത്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുത്ത് അതിൻ്റെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകവെയാണ് 2004 സർക്കാർ മാറി സോണിയാഗാന്ധിയുടെ സർക്കാർ വരുന്നത്. സോണിയാഗാന്ധിയുടെ ഭരണം പിന്നെ സോണിയാഗാന്ധിയുടെ ഭരണമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. ഇതെല്ലാം അടുത്ത് അവർ ചവറ്റുകുട്ടയിലിട്ടു. പിന്നെ ഒരു തെളിവില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമി അന്ന് കൊടുത്ത ഈ പരാതിയും അതിനുശേഷം അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ 93 വലിയ ചർച്ചയാണ്, 2003 വലിയ ചർച്ചയാണ് ദേശീയ തലത്തിൽ. പക്ഷെ അന്ന് ഈ ശബരിമലയൊന്നും ചിതർത്തിട്ടില്ല. കാരണം ഈ വിഗ്രഹം കടത്തിക്കൊണ്ട് പോകുന്നുള്ള മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ വിഗ്രഹ കടത്ത് ഇന്ത്യയിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ള കാരണം വളരെ വാസ്തവമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യം സ്വതന്ത്രമാവുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ തന്നെ കുറേ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി. അതിൽ ശേഷിക്കുന്ന അത് മറ്റൊരു വിദേശിയായ സോണിയാഗാന്ധി ഇവിടെ നിന്ന് കടത്തുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇക്കാര്യത്തിൽ ഉള്ളൂ എന്നാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്, സോണിയാഗാന്ധിയുടെ കുടുംബം ഏവർക്കും അറിയുന്നതാണ്. വളരെ ഇറ്റലിയിൽ വളരെ ഈ പറഞ്ഞതുപോലെ ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള, ജീവിക്കാൻ ഗതിയില്ലാത്തൊരു കുടുംബമായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു കുടുംബമാണ്. അപ്പോൾ അവരെക്കുറിച്ച് തന്നെ അവർ ബാറിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് രാജീവ് ഗാന്ധിയുടെ പരിചയപ്പെടുകയും പിന്നെ വിവാഹം കഴിച്ച് വരികയൊക്കെ ചെയ്യുന്നത്. രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവരുടെ കുടുംബം വല്ലാതെ രക്ഷപ്പെടുന്നത്. കൊട്ടറച്ചിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് അവരുടെ അമ്മാവൻ ഇവിടെ വന്നിട്ട് പൈസ അടിച്ചുകൊണ്ട് പോയിട്ട് ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ഒരു ബന്ധു, ഇവരുടെ തന്നെ സഹോദരി എന്നാണ് പറയപ്പെടുന്നത്, അലക്സാണ്ട്രിയ എന്നാണ് അവരുടെ പേര് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അവർക്കാണ് ഈ പറഞ്ഞ പോലെ ഇറ്റലിയിൽ 2 സിറ്റിയിൽ 2 നഗരങ്ങളിൽ ഈ ആൻറ്റിക് ഷോപ്പുകളുണ്ട് എന്നും അത് അവർ കേവലം അവിടെ വിൽക്കുക മാത്രമല്ല മറ്റ് അന്തർദേശീയ തലത്തിൽ ഇതിൻ്റെ കച്ചവടം നടക്കുന്നുണ്ടെന്നും ഉള്ള വിവരമാണെന്ന് സുബ്രഹ്മണ്യ സ്വാമി ഈ പരാതിയിൽ കൂടി ഉന്നയിച്ചത്. ഇപ്പോൾ ശബരിമലയിലെ കേസ് വിളയിൽ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ശബരിമലയിലെ ഈ പറഞ്ഞ അമൂല്യ വസ്തുക്കളും അല്ല, അതിനേക്കാൾ ഏറ്റവും പ്രധാന ഗോവർദ്ധൻ, ഈ തട്ടിപ്പിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന ഗോവർദ്ധനും അന്ന് ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് നേരിട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഈ ദല്ലാളുമാർ എപ്പോഴും ഒരു ഇന്റർനാഷണൽ കടത്തിന് വലിയൊരു ദല്ലാൾ സംഘം ഉണ്ടാവും. അത് ഒരാളായിരിക്കില്ല, ഒന്നിലേറെ ആളുകളുണ്ടാവും. ഈ ഒന്നിലേറെ ആളുകൾ ചേർന്നിട്ടാണ്. ഇപ്പോൾ സുഭാഷ് കപൂറിന്റെ കേസ് ഹൈക്കോടതി സൂചിപ്പിച്ചല്ലോ. ഈ സുഭാഷ് കപൂറിന്റെ പേര് 93 ഉയർന്നു വന്നതാണ്, 1993. അന്ന് മുതലേ ഈ പറഞ്ഞ സംഘം സുഭാഷ് കപൂർ വഴിയാണ് ഇവരുടെ ബന്ധുവിലേക്ക് ഈ വിഗ്രഹങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത്. അതായിരുന്നു വലിയൊരു വിഷയം. അന്ന് ആ കാലത്ത് ഭയങ്കര ചർച്ചാ വിഷയമൊക്കെ ആയ ഒരു കേസാണ്. അങ്ങനെയാണെങ്കിൽ അയാളെ ജർമ്മനിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്, ഇന്ത്യയിൽ വെച്ച് പോലുമല്ല. സുഭാഷ് കപൂറിനെ അറസ്റ്റ് ചെയ്തത് ജർമ്മനിയിൽ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകളായി ഈ പറഞ്ഞതുപോലുള്ള അമൂല്യമായ വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും
കടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ തെളിയുകയാണ് ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി. അപ്പോൾ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ BJP ദേശീയ അധ്യക്ഷൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ എന്തായാലും ജനുവരി 5-ാം തീയതിയാണ് ഈ അന്വേഷണം കോൺഗ്രസിലേക്ക് നീങ്ങിയതും ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ അന്വേഷണ സംഘത്തിന് എതിരെ പരാതി ഉന്നയിക്കുന്നു, അവർ തെറ്റായ വഴിക്ക് പോകുന്നു. അടൂർ പ്രകാശ് അടക്കമുള്ളവർ നിരന്തരം ആവശ്യപ്പെട്ടതാണ്. BJP നേതാക്കളെക്കാൾ കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടൂർ പ്രകാശാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ് അദ്ദേഹം. ഇതിലിപ്പോൾ പെട്ടുപോയത് രമേശ് ചെന്നിത്തലയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരട്ടെ എന്ന് കരുതിയിട്ടാണ് വ്യവസായി പറഞ്ഞതിന് ബന്ധപ്പെട്ട് അദ്ദേഹം SIT മൊഴി കൊടുക്കുന്നത്, വ്യവസായി ചോദ്യം ചെയ്യുന്നത്, ഗോവർദ്ധനിലേക്ക് പോകുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന്റെ നേതാവ് തന്നെ ഇതിൽ പെട്ടിട്ടുണ്ടെന്ന് പാവപ്പെട്ട അറിഞ്ഞിട്ടുണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചക്കിന് വെച്ച് കൊക്കിനുണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പം വല്ലാത്തൊരു അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനം പോകുമോ എന്നുള്ള ആശങ്ക ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ചെറിയ ആളിനെ അല്ല പുള്ളി ഇതിൽ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരൊക്കെയാണോ അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിന്ന് സഹായിച്ച് സോണിയാഗാന്ധിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു കൊടുത്തത് അവർക്കെല്ലാം ഇപ്പം ഞങ്ങടിപ്പ് തുടങ്ങിയിട്ടുണ്ടാവും, സംശയം വേണ്ടല്ലോ അക്കാര്യത്തിൽ. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ തന്നെ അന്വേഷണം കോൺഗ്രസിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പേരിന് വേണ്ടി മാത്രമായിരുന്നു. അവർ വലിയ തൊഴിൽ ഇറങ്ങിയിട്ടുമില്ല. BJP ആണ് ആദ്യം മുതൽ വളരെ ആവേശമായിട്ട് ഇതിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ നടക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് BJP എന്ന പാർട്ടി മാത്രമാണ്. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതിൽ അതിന് ആത്മാർത്ഥത ഇല്ലാതാണ്. ഇപ്പോൾ ഈ പ്രശ്നം വന്നതിന് ശേഷം സോണിയാഗാന്ധിയുടെ പേര് ഒളിയുന്നതിന് ശേഷം അടൂർ പ്രകാശിൻ്റെ ആൻ്റണിയുടെയൊക്കെ പേരൊക്കെ വന്നതിന് ശേഷം ശ്രീ സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാം പിന്നോക്കം വലിയാണ്. ഇവർ ആ വിഷയത്തിൽ അവർക്കിപ്പം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിൽ നിന്നും ഈ കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് അപ്പുറം ശ്രീകോവിലിനകത്ത് കയറി ഈ പറഞ്ഞതുപോലുള്ള ആചാരലംഘനം നടത്തിയിരിക്കുന്നു. അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഈശ്വര വിശ്വാസത്തെ ചവിട്ടി മതിക്കുന്ന ഒരു ശ്രമം വേണ്ടി ചെയ്തത് പ്രഭാമണ്ഡലമൊക്കെ എടുത്തുകൊണ്ട് പോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ പുറകിൽ വെച്ചിരുന്ന പ്രഭ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 800 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ സ്ഥാപിച്ചാണ് ആ സാധനം, സ്വർണ്ണത്തിൽ പോയിട്ട്. അതെടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഇവർക്കാർക്കാരും എടുക്കാൻ പറ്റില്ല. അവിടെ തന്ത്രിയോ മേൽശാന്തിയോ ബന്ധപ്പെട്ട ആരോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായം സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒക്കെ അതെടുത്ത് കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വെളിയിൽ കൊടുത്ത് അവർക്ക് ആവശ്യത്തിന് അതിലുള്ള സ്വർണ്ണമൊക്കെ വേർതിരിച്ചെടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഇത് SITയുടെ കയ്യിൽ നിൽക്കത്തില്ല ഈ ഒരു അന്വേഷണം. സ്വാഭാവികമായിട്ടും ജനുവരി 5-ാം തീയതി ഹൈക്കോടതിയിൽ ഈ കേസ് വീണ്ടും വരികയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും CBI അന്വേഷണത്തിന് ഹൈക്കോടതി അനുമതി നൽകും എന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണ് എങ്കിൽ മുമ്പ് 2003-ൽ സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസടക്കം വളരെ വിശദമായിട്ട് അന്വേഷണത്തിലായിരിക്കും CBI കിടക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവും, ഈ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ, അതായത് ഹിന്ദു ക്ഷേത്രം. മറ്റൊരു കാര്യം പരിശോധിച്ചാലേ അറിയാം, പണ്ടും ഈ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്, ജനതാ സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ തകർത്ത ഒരു സർക്കാർ ഏതെന്ന് ചോദിച്ചാൽ അഴിമതി കൊണ്ടും തീവ്രവാദം കൊണ്ടും ഇന്ത്യയെ ഒറ്റുകൊടുത്തുകൊണ്ടും നശിപ്പിച്ച സർക്കാർ ഏതെന്ന് ചോദിച്ചാൽ നാം ഇപ്പോൾ നടക്കുന്ന എന്ത് സംഭവങ്ങളും പോയി നിൽക്കുന്നത് ഈ 2004-14 കാലഘട്ടത്തിൽ. 10 വർഷം. അതെ, ആ 10 വർഷം അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അത് ഈ BJP സർക്കാരിനും BJPയുടെ നേതാക്കൾക്കും ഒരു വീഴ്ച പറ്റിയിട്ടില്ല. അത് ആ സമയം ഒരു നേതൃത്വമില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. അല്ല, നേതൃത്വത്തിന്റെ കുറവുണ്ടെന്നല്ല. ഈ 2004-2014 കാലഘട്ടം 10 വർഷം എന്ന് പറയുന്നത് ഈ മുമ്പ് ബ്രിട്ടീഷുകാർ എന്താണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിനും എങ്ങനെയാണോ ഇന്ത്യ കൊള്ളയടിച്ചത് അതേമാതിരിയുള്ള സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഒരു ആസൂത്രിത കൊള്ളയാണ് ആ 10 വർഷം നടന്നത്. ഒരു പാവ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിയിട്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കാട്ടുകള്ളന്മാർ ഭരിച്ച ഒരു 10 വർഷമാണ്. ആ 10 വർഷം ഇന്ത്യക്ക് ഉണ്ടാക്കിയ ഡാമേജ് എന്ന് പറയുന്നത് ചില്ലറയല്ല. കാരണം വലിയ വികസനം പല മേഖലയിലും വരേണ്ട സ്ഥലത്ത്, പ്രത്യേകിച്ചും ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ അവർ നടത്തിയ അഴിമതി നമുക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൽ ഇച്ചിരി പിന്നോട്ട് പോയെന്ന് ചോദിച്ചാൽ ഈ 10 വർഷം നടത്തിയ കൊള്ളയാണ്. ആ സമയത്ത് ഈ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളുടെ എന്താണ് വളരെ അലേർട്ടായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ പൈനർ പോലുള്ള പത്രമാണെങ്കിൽ 2G സ്കാമൊക്കെ വെളിയിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം BJP വലിയ സമരങ്ങൾ നടത്തി. 2004-ന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുന്നൊരു ധാരണ വന്നിരുന്നു. പക്ഷെ അപ്പോഴും എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് അവരെ കൂടെ സഖ്യേഷണം കിട്ടിയില്ല, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. 140-145 സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങി. അപ്പോൾ പക്ഷേ ഒരു സമരങ്ങൾ നടത്തി, പ്രതിഷേധം നടത്തി. അങ്ങനെയാണ് ഈ ഒരുപാട് ഈ കോൾ അഴിമതി, അതായത് കൽക്കരി അഴിമതി, അതുപോലെ തന്നെ കോൺഗ്രസ് അഴിമതിയൊക്കെ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ 10 വർഷം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്ന സഖ്യകക്ഷികളും കോൺഗ്രസ് പാർട്ടിയും സോണിയാഗാന്ധിയും വലിയ തോതിൽ പണം സമാഹരിച്ച ഒരു പതിറ്റാണ്ടായിരുന്നു ഈ 2004-14 എന്ന് പറഞ്ഞ വർഷം.
ഇപ്പോൾ അത് പിന്നെ ഇതാണ് സർക്കാർ പദ്ധതികളിൽ മാത്രമല്ല, പിന്നെ കേരളത്തിലെയും പിന്നെ ഇന്ത്യയിലെയും ക്ഷേത്രങ്ങളിലെ വളരെ അമൂല്യമായ വിഗ്രഹങ്ങളടക്കം ഈ പറഞ്ഞതുപോലെ ഈ സംഘം കടത്തിക്കൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് വലിയൊരു കൊള്ളസംഘം എന്ന് മാത്രമേ അതിനെ പറയാൻ കഴിയുള്ളൂ. UP എന്ന് പറയുന്നൊരു കൊള്ളസംഘമായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇനി ഇത് എവിടെയൊക്കെ പോയി നിൽക്കും, ഏതൊക്കെ വഴിക്ക് പോകുമെന്നുള്ളത് SITയുടെ കയ്യിൽ നിൽക്കില്ല. സ്വാഭാവികമായിട്ട് CBI അന്വേഷണത്തിന് മാത്രമേ ഈ വസ്തുക്കൾ വെളിയിൽ വരുള്ളൂ.